ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് easyjtag പ്ലസ് എന്ന ബോക്സിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഡൗൺലോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. easyjtag പ്ലസ് എന്ന് പറയുമ്പോൾ Z3X എന്നുള്ള കമ്പനി ബൂട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് easyjtag പ്ലസ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകേണ്ടതുണ്ട്. easyjtag പ്ലസിൻ്റെ വെബ്സൈറ്റാണ് easyjtagplus.com easyjtag.com എന്നുള്ള വെബ്സൈറ്റാണ് easyjtagൻ്റെ ഒഫീഷ്യലായിട്ട് വരുന്ന വെബ്സൈറ്റ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോക്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സെക്ഷനാണ്. അത് ഡൗൺലോഡ്സ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് ആവും. ഇതിനകത്ത് നിന്നും easyjtagൻ്റെ ക്ലാസിക് സ്യൂട്ട്, അതുപോലെ തന്നെ easyjtagൻ്റെ Emmc പ്ലസ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് റീഡിസ്ട്രിബ്യൂട്ടബിൾ ലൈബ്രറീസ് എന്നുള്ള ഈ ഒരു ഫയലും നമ്മൾ ഇതിന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം easyjtag ക്ലാസിക് സ്യൂട്ട് എന്നതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 3.8.0.1 ബീറ്റ വേർഷനാണ്. അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസിക് സ്യൂട്ടാണ് ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ടുള്ളത്. അതായത് easyjtag റിലീസ് എന്നുള്ള പേരിലാണ് ഡൗൺലോഡ് ആവുന്നത്. മിനിമൈസ് ചെയ്തിടാം. അതിനുശേഷം easyjtag പ്ലസ്, അതായത് easyjtagൻ്റെ Emmc പ്ലസ് എന്നുള്ള രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ് ഇനി ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡിങ്ങിന് ഇട്ടിട്ടുണ്ട്, മിനിമൈസ് ചെയ്തിടാം. ഇനി അടുത്ത വേറൊരു ഫയൽ വരുന്നത്, ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫയലല്ല, എങ്കിലും easyjtag നമ്മുടെ കമ്പ്യൂട്ടറിൽ കറക്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ പ്ലാറ്റ്ഫോം ഫയലാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോം C++ അടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ഫയലാണ് മൈക്രോസോഫ്റ്റ് റീഡിസ്ട്രിബ്യൂട്ടബിൾ ലൈബ്രറീസ് അപ്ഡേറ്റർ AIO എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയൽ. ഈ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചില easyjtag പ്ലസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില മിസ്സിംഗ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫയൽ കൂടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് മിനിമൈസ് ചെയ്തിടാം. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് 3 ഫയലുകളാണ് ലഭ്യമാവുന്നത്. ഇനി വേറൊരു ഫയലും കൂടെ ചെയ്യാനുണ്ട്. അത് easyjtagൻ്റെ ഷെല്ല്, Z3Xൻ്റെ ഷെല്ലിനകത്ത് നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് Emmc മാനേജർ എന്ന് പറയും, Z3X Emmc മാനേജർ. അപ്പോൾ അതും കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് നമ്മൾ ഷെല്ല് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഷെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ Z3Xൻ്റെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്കിതിലേക്ക് വരാം. ആദ്യം ഷെല്ലും കൂടെ ഡൗൺലോഡ് ചെയ്തിടാം. Z3X ടീം എന്ന് ഗൂഗിൾ ചെയ്യാം. അപ്പോൾ കാണുന്ന ഫസ്റ്റ് ലിങ്കാണ് ഷെല്ല്. ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z3X ബോക്സ്, പുതിയൊരു ബോക്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിനും ബോക്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫേംവെയറുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ് ഷെല്ല്. നമുക്ക് ഇതിനകത്തുനിന്ന് ഷെല്ല് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ഷെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഷെൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഷെൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഷെൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെൽ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് Z3X Emmc മാനേജർ ഷെല്ലിനകത്ത് നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഷെൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സപ്പോർട്ട് ഫയൽസിൽ വരാം, സോഫ്റ്റ്വെയറിൽ വരാം, easyjtagൽ വരാം. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റിംഗ് ലേറ്റസ്റ്റ് ഫേംവെയർ ഡാറ്റാബേസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫേംവെയർ ഡാറ്റാബേസ് ഇതിൽ പുതിയ ഫയലുകൾ ആഡ് ആയിട്ടില്ല ഇപ്പോൾ കറൻ്റ്ലി. അത് ആഡ് ആയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, യെസ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആഡായി. ഇനി സോഫ്റ്റ്വെയറിൽ വരാം, easyjtagൽ വരാം. ഇപ്പോൾ റിലീസ് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ Emmc പ്ലസും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
easyjtag eMMC ഫയൽ മാനേജർ ആഡ് ഓൺ എന്നുള്ള ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ easyjtag പ്ലസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയലുകളെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആവും. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഷെല്ലിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ easyjtag പ്ലസ് എന്നുള്ള ബോക്സ് നമ്മുടെ സിസ്റ്റത്തിൽ കണക്റ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഷെല്ലിൽ നിന്ന് ഡൗൺലോഡിങ് നടക്കുകയുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. easyjtag പ്ലസ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പ്രോപ്പർ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ easyjtagൻ്റെ ഹൈ സ്പീഡ് ഡ്രൈവർ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വന്നിട്ടുള്ള ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് AIO ഫയലാണ്. പിന്നെ eMMC പ്ലസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫയൽ മാനേജർ ആഡ് ഓൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ കംപ്രസ്ഡിൽ ഓക്കെ ഒരു ഫയൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു. easyjtag റിലീസ്. റിലീസിൽ ഒരു എറർ കാണിക്കുന്നു. നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. easyjtag റിലീസ് ഒന്നും കൂടെ ചെയ്യേണ്ടതുണ്ട്. easyjtag ക്ലാസിക് സ്യൂട്ട് ആയിരിക്കും അത്. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. എഗെയിൻ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫയലുകളും 1 by 1 ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് easyjtag റിലീസ് ഉണ്ട്, പിന്നെ eMMC പ്ലസ് ഉണ്ട്, പിന്നെ ഫയൽ മാനേജർ ആഡ് ഓൺ ഉണ്ട്, അതുപോലെ തന്നെ AIO ഫയൽ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇതിൻ്റെ ആൻറ്റിവൈറസ് നമ്മൾ ഓഫ് ചെയ്തിടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് easyjtag പ്ലസിൻ്റെ കേസിലാവുമ്പോൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വിൻഡോസ് സെക്യൂരിറ്റിയിൽ വരിക. സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ എടുക്കാം. എന്നിട്ട് മാനേജ് സെറ്റിങ്സ് എടുക്കാം. ഇത് ഓഫ് ചെയ്തിടും. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പൂർണ്ണമായിട്ടും നമ്മൾ ഓഫ് ചെയ്തിട്ടു. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് വൈറസ് വന്നാലും അത് എന്ത് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം 1 by 1 ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം easyjtag റിലീസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ കൊടുക്കാം. ലൈസൻസ് അഗ്രിമെൻ്റ് ആണ്. അക്സെപ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. easyjtag ടൂൾ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ റിലീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടെ easyjtag ടൂൾ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഡെസ്ക്ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുക. easyjtag റിലീസ് എന്നുള്ള സോഫ്റ്റ്വെയർ അല്ല. സോഫ്റ്റ്വെയറിൻ്റെ പേര് easyjtag ടൂൾ ആയിരിക്കും. easyjtag ടൂളിൻ്റെ പ്രത്യേകത നമുക്ക് വളരെ ഈസിയായി സാംസങ് ഡിവൈസുകളുടെ RPMB ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് easyjtag ടൂൾ. ഓക്കെ, സാംസങ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് മാനുഫാക്ചർ ചെയ്യുന്ന eMMCകൾ, അതായത് eMMCക്ക് മുകളിൽ SEC എന്ന് എഴുതിയിട്ടുണ്ടാവും, സാംസങ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ. ഇങ്ങനെ വരുന്ന eMMCകളുടെ RPMB ക്ലീൻ ചെയ്യുന്ന, RPMB എന്താണ്, അത് എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള സംഭവങ്ങൾ നമ്മൾ വഴിയെ പറയും. ഇപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് easyjtag ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷ്. നമുക്ക് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടൂൾസ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റിലീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് eMMC പ്ലസ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാം.
eMMC പ്ലസ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് രണ്ട് സോഫ്റ്റ്വെയറാണ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവുക. ഒന്ന് easyjtag പ്ലസ് എന്നുള്ള സോഫ്റ്റ്വെയറും മറ്റൊന്ന് easyjtag +2 എന്നുള്ള സോഫ്റ്റ്വെയറും. പ്ലസ് മെയിൻലി ഡിസൈൻഡ് ഫോർ eMMC ആണ്. +2 ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടുതലും പിന്നെ UFS ICകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സോഫ്റ്റ്വെയറുകളിലും eMMCയും അതുപോലെ തന്നെ UFS നമുക്ക് ചെയ്യാൻ സാധ്യമാണ്. എങ്കിലും eMMC പ്ലസിലും +2ൽ UFSുമാണ് കൂടുതൽ ചെയ്യാൻ ഫങ്ഷൻസ് ഉള്ളത്. ഓക്കെ, ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ eMMC മാനേജർ ആഡ് ഓൺ നോക്കാം. eMMC മാനേജർ ആഡ് ഓൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി AIO ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ പ്ലാറ്റ്ഫോം ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം. C++ൻ്റെ ഫയലാണ് ഇൻസ്റ്റാൾ ആവുക. ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അൺഇൻസ്റ്റാളിങ് കാണിക്കുന്നത് കേട്ടോ. C++ൻ്റെ ഹൈബ്രിഡ് ഫയൽ ആവശ്യമാണ് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. easyjtag പ്ലസ് വളരെ സ്മൂത്തായി വർക്ക് ചെയ്യുന്നതിന് ഈ ഫയൽ ആവശ്യമാണ്, C++ൻ്റെ ഫയൽ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു ഫയലും കൂടെ MVC++ എന്നുള്ള ഫയലും കൂടെ easyjtag പ്ലസിൻ്റെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ സപ്പോർട്ടിംഗ് ഫയലാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇവിടെ ഉണ്ട്. അതായത് ആദ്യം easyjtag പ്ലസിൻ്റെ ഇൻസ്റ്റാളേഷനിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ് ക്ലാസിക് സ്യൂട്ട്, അതായത് easyjtag ടൂൾ വരുന്ന ഇതിലാണ്. പിന്നെ eMMC പ്ലസ് ഉണ്ട്, അതായത് easyjtagൻ്റെ eMMC പ്ലസ് എന്നുള്ള സോഫ്റ്റ്വെയർ, easyjtag പ്ലസ് +2 എന്നുള്ള രണ്ട് സോഫ്റ്റ്വെയറാണ് അതിലുണ്ടാവുക. പിന്നെ AIO ഫയലാണ് അടുത്തത്. പിന്നെ eMMC മാനേജറാണ്. അപ്പോൾ ഇവകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റുന്ന ഫയലുകളാണ്, അതായത് സോഫ്റ്റ്വെയറുകളാണ് easyjtag പ്ലസ്, +2, ടൂള്, eMMC മാനേജർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാളും റീഇൻസ്റ്റാളും ഇവരെന്നെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിലൊന്ന് പോയി നോക്കാം. ഇതിനകത്ത് easyjtag പ്ലസ് എന്നുള്ള easyjtag പ്ലസ് സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുപോലെ +2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ ടൂൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. eMMC മാനേജർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വേറൊരു സോഫ്റ്റ്വെയറും കൂടെ ഉണ്ട്, SPI ഫ്ലാഷർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് easyjtag പ്ലസ്, അതുപോലെ easyjtag +2, പിന്നെ വരുന്നത് easyjtag ടൂള്, പിന്നെ eMMC മാനേജർ എന്നുള്ള ഈ 4 സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇതിൻ്റെ ഈ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുള്ള പാത്ത് നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് സിയിൽ പ്രോഗ്രാം ഫയൽസിൽ Z3Xൽ easyjtagലാണ്. ഇത് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് സിയിൽ പ്രോഗ്രാം ഫയൽസിൽ Z3Xൽ easyjtag പ്ലസ് എന്നുള്ള ഫോൾഡറിലാണ്. ഇത് സിയിൽ പ്രോഗ്രാം ഫയൽസിൽ Z3Xൽ eMMC മാനേജർ. അപ്പോൾ സിയിൽ പ്രോഗ്രാം ഫയൽസിൽ Z3X നമുക്ക് വൈറസ് അറ്റാക്കിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിടാം. കാരണം ഇതിലേക്കാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. സിയിൽ പ്രോഗ്രാം ഫയൽസിൽ Z3X എന്നുള്ള ഫോൾഡറിലേക്കാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിൻഡോസ് സെക്യൂരിറ്റിയിൽ വരാം. എന്നിട്ട് എക്സ്ക്ലൂഷൻ വന്നിട്ട് ആഡ് ആൻ എക്സ്ക്ലൂഷൻ കൊടുക്കാം. ആഡ് ആൻ എക്സ്ക്ലൂഷൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോൾഡർ ഒരിക്കലും വൈറസ് അറ്റാക്ക് ചെയ്യില്ല, അതായത് ആൻറ്റിവൈറസ് സ്കാൻ ചെയ്യില്ല. ഓക്കെ, അതിൽ നിന്നുള്ള ഫയലൊന്നും മിസ്സാവത്തില്ല. സിയിൽ പ്രോഗ്രാം ഫയൽസിൽ Z3X ഉണ്ടാവും. ഈ Z3X എന്നുള്ള ഫോൾഡറിനെ നമുക്ക് സെലക്ട് ഫോൾഡർ കൊടുക്കാം. അപ്പോൾ ആ ഫോൾഡർ ഇതിൽ ആഡ് ആയിട്ടുണ്ട് ഓൾറെഡി. ഇതാ, അപ്പോൾ ഇതിലിനി അറ്റാക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. നമുക്ക് 1 by 1 ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ easyjtag പ്ലസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ അല്ല, ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതാണ് easyjtag പ്ലസിൻ്റെ വിൻഡോ എന്ന് വരുന്നത്. ഇതിലൊരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഓപ്പൺ ആയി എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മുടെ ബോക്സിൻ്റെ ഡ്രൈവറുകൾ കറക്റ്റാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ഫയലുകളും കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി easyjtag +2 ആണ് അടുത്ത് വരുന്നത്. +2 +2 ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ പറയും കേട്ടോ. ഇനി അടുത്തത് ഈ Emmc മാനേജറാണ്. Emmc മാനേജർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോക്സിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്യണം easyjtag ടൂൾ. ഇതാണ് RPMB ക്ലീൻ ചെയ്യുന്ന സാംസങ്ങിൻ്റെ RPMB ക്ലീൻ ചെയ്യുന്ന ടൂൾ ഇതാണ്. അപ്പോൾ ഇത്രയും സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ Z3X easyjtag പ്ലസ് എന്നുള്ള ബോക്സിൻ്റെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ IC പ്രോഗ്രാം ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.